തളർന്നാൽ പിന്നെ എന്തൊരു ജീവിതമാണ്, നമുക്ക് എന്തൊരു ജീവിതമാണ് തളർന്നാൽ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആദ്യം തന്നെ ഒരു ഉദാഹരണം പറഞ്ഞല്ലേ, മനസ്സിലായില്ലേ? അതാണ് നമ്മൾ മാനസികമായി, ചിലർ നമ്മളെ മാനസികമായി തളർത്താൻ ശ്രമിക്കും, അതിലൊന്നും നമ്മൾ വീഴരുത്. അതായത് നിനക്ക് എന്തൊരു വല്ലതും കഴിവുണ്ടോടാ, നിനക്ക് വല്ലതും ഉണ്ടോ, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ മാനസികമായി ഒന്ന് തളർത്താൻ ശ്രമിക്കും. പക്ഷെ നമ്മൾ അതിലൊന്നും തളരാതെ ജീവിതം മുന്നോട്ട് തന്നെ കൊണ്ടുപോകണം. മനസ്സിലായ? തളർച്ചയെന്ന് പറഞ്ഞാൽ ഇന്ന് തീരും നാളെ തീരുന്നതല്ല തളർച്ച എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ ജനിച്ചാൽ അവന് തളർച്ച കാണും, മാനസികമായും ശാരീരികമായും അവൻ തളർച്ച നേരിടും. പക്ഷെ ആ തളർച്ച ജീവിതകാലം ഫുള്ള് കൊണ്ടുപോകേണ്ട ഒന്നാണോ? നമ്മുടെ കയ്യിൽ നമ്മളെ മൊബൈൽ എപ്പോഴും ഉണ്ട്, അതുപോലെ ഈ തളർച്ച നമ്മളെ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുപോകേണ്ട ഒന്നല്ല. അത് നമ്മൾ ഉപേക്ഷിക്കുക. മനസ്സിലായോ? തളർച്ച എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിതകാലം ഫുള്ള് കൊണ്ടുപോകേണ്ട ഒന്നല്ല. അതാണ് മാനസികമായിട്ടുള്ള തളർച്ച എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ അന്ന് ആ ടീച്ചറിന് മുന്നിൽ തോറ്റെങ്കിൽ, അല്ലെങ്കിൽ ആ ടീച്ചറിന് മുന്നിലല്ല തോറ്റ, ഞാൻ എന്നെ തന്നെ തോൽപ്പിച്ചതാണ്. പാടി ടീച്ചർ എന്നെ കളിയാക്കിയതല്ല, എനിക്ക് തോന്നി എന്നെ ടീച്ചർ കളിയാക്കിയിരുന്നു, പക്ഷെ എന്നെ കളിയാക്കിയതല്ല. പക്ഷെ പിറ്റേ ദിവസം അതേ പിള്ളേരുടെ മുന്നിൽ തന്നെ എനിക്ക് കയ്യടി കാണിച്ചു. മനസ്സിലായില്ല? കയ്യടി എനിക്ക് കിട്ടി. മനസ്സിലായില്ലേ? അതാണ് പറയുന്നത്. നമ്മൾ തളർന്നു പോയാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഒരു ചെറുക്കനെയും പെണ്ണിനെയും എടുക്കാം. ഒരു ചെറുക്കനെ ഒരു പെണ്ണിനെ ഇഷ്ടം, പെണ്ണിന് ചെറുക്കനെ ഇഷ്ടം. ചെറുക്കൻ കുറേ നാൾ നടന്ന് ആ പെണ്ണിനെ ഇഷ്ടപ്പെട്ടു. പെണ്ണ് പിന്നെ എന്താണ് ഐ ലവ് യു എന്ന് പറഞ്ഞ് ചെറുക്കനും പെണ്ണും ഒന്നിച്ചു. ഒന്നിച്ചു. ഒരു 5 വർഷം അവരിങ്ങനെ തുടർന്നു, അവരുടെ പ്രേമം തുടർന്നു. അവസാനം ഈ പെണ്ണെന്താ, ഈ ചെറുക്കനെ തേച്ചിട്ട് പോയി. മനസ്സിലാവുന്നുണ്ടാ? ഈ ചെറുക്കനെ തേച്ചിട്ട് പോയപ്പോൾ ആ ചെറുക്കൻ നേരിട്ട മാനസികമായ സംഘർഷം, അവൻ അവിടെ തളർന്നു. അവൻ അന്ന് തീരുമാനിക്കുന്നു എന്താ, സൂസൈഡ്. വേറെ ഒന്നുമില്ല, എനിക്ക് മരിക്കണം. അവൻ അന്ന് തീരുമാനിക്കുന്നു എനിക്ക് മരിക്കണം. അവൻ റൂമിലോട്ട് വന്നു, കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. അവൻ കട്ടിലിൽ കയറി, അവൻ ഫാനും ടയറും കെട്ടി തൂങ്ങി മരിച്ചു. അതാണടാ പറഞ്ഞത്. ജീവിതം ഇത്രയേ ഉള്ളൂ. 5 വർഷം അവളെ പിന്നാലെ എല്ലാം കൊടുത്ത് എടുത്ത് വന്നിട്ട് അവളെ അവസാനം തേക്കുമ്പോൾ അവൻ അപ്പോഴേ ചെന്ന് മരിക്കുകയാണ്. അത് ഏത് ആണുങ്ങളായാലും അങ്ങനെ ചെയ്യത്തുള്ളൂ. മനസ്സിലായില്ലേ? ആണുങ്ങളായാലും അങ്ങനെ ചെയ്യത്തുള്ളൂ. മരിക്കുക, അപ്പോഴേ മരണം. മനസ്സിലായില്ലേ? അങ്ങനെ മരിക്കരുത് എടാ, അങ്ങനെ മരിക്കരുത്. നമുക്ക് വിഷമം വരും, കാരണം ഈ 5 വർഷം നമ്മൾ അവരെ സ്നേഹിച്ചു. പക്ഷെ നമ്മൾക്ക് വിഷമം വരത്തില്ല. നമ്മൾ റിവഞ്ച് എടുത്ത് അവരെ മുമ്പിൽ ചെന്ന് നിൽക്കണം. ഇതേ സമയത്ത് ഈ പെണ്ണ്, ഉദാഹരണമാണ്, ഇത് വെറും ഉദാഹരണം മാത്രമാണ്. ഈ പെണ്ണ് മറ്റൊരുത്തനെ കണ്ട് ഈ 5 വർഷം ഇവനെ പ്രേമിച്ച് കളഞ്ഞിട്ട് പോയതാണ് ഈ പെണ്ണ് എന്താണ് കളഞ്ഞിട്ട് പോയതെന്ന് അറിയാമോ? ഒന്നുമല്ല. അതായത് കാശുള്ള വീട്ടുകാർ. ഈ 5 വർഷം നടന്നവൻ കാശില്ലാത്തവനാണ്. പക്ഷെ ഈ ഇവനെ തേച്ചിട്ട് പോയത്, അവൾ വേറെ ഒരുത്തൻ്റെ പോയത് വലിയ കാശ് ചെയ്യുന്നു. അതായത് വലിയ ആഡംബരമായിട്ടുള്ള വീട്, അങ്ങനെ പോയത്. മനസ്സിലായോ? എടാ, നമ്മളൊന്ന് ചിന്തിക്കണം. നമ്മളെ ഈ തേച്ചിട്ട് പോയ പെണ്ണ്, നമ്മളെ 5 വർഷം നമ്മളെ ഹൃദയത്തിലിട്ട് നമ്മളെ സ്നേഹവും എല്ലാം കൊടുത്ത് വന്ന പെണ്ണ് ഒരുത്തൻ്റെ അടുത്ത് എങ്ങനെയായിരിക്കും? അവൻ എത്ര വർഷത്തോളം, അവന് എത്ര വർഷം എത്ര സ്നേഹം കൊടുത്താലേ അവൻ്റെ അടുത്ത് അവൾ എത്രത്തോളം സ്നേഹം കാണിക്കുമെന്ന് നമുക്കറിയാം. നാളൊരു സമയത്ത് അവർക്കും പെരുവരി തന്നെ നമുക്ക് മനസ്സിലാവണം. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. കാരണം നമ്മളെ ഇത്രയും വർഷം പ്രേമിച്ച് എടുത്ത് എല്ലാം ചെയ്തിട്ട് അവസാനം അവളെ ഇട്ടിട്ട് പോകുമ്പോൾ അവളെ മനസ്സും അവളെ ആ ക്രൂരതയും എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാവും, അല്ലേ? നമുക്ക് അറിയണം അത്. അപ്പോൾ നമ്മൾ സൂസൈഡ് ചെയ്യത്തില്ല. മനസ്സിലായി? അതാണ് മാനസികമായ തളർച്ച എന്ന് പറഞ്ഞാൽ. നമ്മൾ അന്ന് തളർന്നാൽ പിന്നെ കാര്യമില്ല, ഇതിലോട്ട് വരാം. അപ്പോൾ ആ പെണ്ണ് പിന്നെ എന്താണ്, നമ്മളെ തേച്ചിട്ട് പോയ ആ പെണ്ണ് എത്രത്തോളം പോയവൻ്റെ കൂടെ എത്രത്തോളം സ്നേഹം കാണിക്കണം ഒന്ന് ചിന്തിക്കണം. മനസ്സിലായത്? അവനും വിട്ടിട്ട് പോകും. അവസാനം ഇവർക്ക് പെരുവഴിയിൽ കിടക്കുമ്പോൾ ഞങ്ങൾ ചെല്ലും. അതായത് ഞങ്ങളെന്ന് പറയുന്നത് നീ, അതായത് ഈ കാണുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ പറയുന്നത്. മനസ്സിലായത്? നിങ്ങൾ തളരരുത്. അതായത് ഈ പെരുവഴിയിൽ കിടക്കുന്ന ഈ പെണ്ണിൻ്റെ മുന്നിൽ ഒരു സൂപ്പർ ഹീറോ ആയിട്ട് ഈ 5 വർഷം പ്രേമിച്ച് കിടന്നവൻ ചെല്ലണം. അവൾക്കൊരു താങ്ങായി, അവളെ പിന്നെ ജീവിതത്തിൽ അടുപ്പിക്കില്ല, അവൾക്കൊരു താങ്ങായി ചെല്ലണം. അപ്പോൾ അവൾ മനസ്സിലാക്കും. അതാണടാ നമ്മളപ്പം ചിന്തിക്കണം. നമ്മളപ്പം ആ 5 വർഷം അവൾ ബ്രേക്കപ്പ് എന്ന് പറഞ്ഞ് പോയി നമ്മൾ സൂസൈഡ് ചെയ്തെങ്കിൽ നമുക്കിത് പറ്റുമോ? അതാണ് പറയുന്നത്. അവൾക്ക് എന്നായാലും പെരുവഴിയായിരിക്കും. നമ്മളെ ഈ 5 വർഷം പ്രേമിച്ച് കളഞ്ഞ അവൾ പിന്നെ പെരുവഴിയല്ല, അതിന് എന്ത് പാടാണ്? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളവിടെ അപ്പം തോക്കരുത്. പിന്നെ ഈ ചിലരുണ്ട് ബ്രേക്കപ്പ് ചെയ്താൽ ഇനി എനിക്ക് പെണ്ണേ വേണ്ട, പെടക്കോടിയും വേണ്ട, ഒന്നും വേണ്ട. എന്തിനാടാ? ഈ ലോകത്തുള്ള പെണ്ണുങ്ങളെല്ലാം ഇതാണോ? ഈ ഇങ്ങനത്തതാണോ? അല്ല.
അങ്ങനെ ചിന്തിക്കരുത്. കാരണം നമുക്ക് ഇപ്പോഴായാലും ഈ പെണ്ണും കോഴിയും വേണം. മനസ്സിലായില്ലേ? ചിലരുണ്ട് അയ്യോ എനിക്ക് ഇനി പെണ്ണേ വേണ്ടേ എന്ന് പറഞ്ഞു. അങ്ങനെ നടക്കരുത്. നമുക്ക് അവിടെ തളരരുത്. മനസ്സിലായില്ലേ? അതാണ് മാനസികമായിട്ടുള്ള തളർച്ച എന്ന് പറയുന്നത്. മനസ്സിലായോ? നിങ്ങൾ ഒരിക്കലും മാനസികമായി തളരരുത്. മാനസികമായി തളർന്നാൽ നമ്മളവിടെ വീണ് പോകും. പിന്നെ നമുക്ക് അവിടെ നിന്ന് കരപിടിച്ച് എടുക്കാൻ പ്രയാസമാണ്. മനസ്സിലായോ? ഇപ്പോൾ ഒരു തളർച്ച കിട്ടിയാൽ നമ്മൾ എപ്പോഴും അത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കരുത്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ പ്രകാശൻ എന്ന് പറഞ്ഞൊരു സിനിമയിൽ, ഒരു മൂവിയിൽ ഒരു ഡയലോഗുണ്ട്. അതിൽ ആ ഒരു ഫാൽഫാസ് സാറിൻ്റെ കൂടെ ആരാ പറയുന്നതാണ്, ഒരു പെണ്ണാണ്ട പറയുന്നതാണ്, ആ ഒരു ഒരു ചേച്ചിയാണ്ട പറയുന്നതാണ്. എന്താണ്? ചാർലിയും ചാപ്പിന് ഒരു പ്രോഗ്രാം കിട്ടി. ആ ഒരു പ്രോഗ്രാമിൽ ചെന്നപ്പം ചാർലിയും ചാപ്പിന് ആദ്യം ഒരു തമാശ പറഞ്ഞു. ചാർലിയും ചാപ്പിന് ആദ്യം ഒരു തമാശ പറഞ്ഞു, എല്ലാവരും പൊട്ടിച്ചിരിച്ചു. രണ്ടാമതും ഒരു തമാശ പറഞ്ഞു, എല്ലാവരും പൊട്ടിച്ചിരിച്ചു. മൂന്നാമതും അതേ തമാശ. അവിടെയാണ് ഹൈലൈറ്റ്. ഇതേ തമാശയാണ് ചാർലിയും ചാപ്പിന് വീണ്ടും വീണ്ടും പറയുന്നത്. ആദ്യം പറഞ്ഞ തമാശ പിന്നെയും രണ്ടാമത് പറഞ്ഞു, ചെറുതായിട്ട് പുഞ്ചിരിയെ പറഞ്ഞു. മൂന്നാമത് പറഞ്ഞപ്പോൾ ചെറുതായിട്ടൊരു പുഞ്ചിരി വന്നെങ്കിലും അത്രത്തോളം വന്നില്ല. നാലാമത് പറഞ്ഞു, അഞ്ചാമത് പറഞ്ഞു, ചാർലിയും ചാപ്പിനും ഇങ്ങനെ തുറന്നു. എല്ലാവരുടെ മുഖത്തും ഗൗരവം വന്നു. കാരണം ആദ്യം പറഞ്ഞ തമാശയാണ് ചാർലിയും ചാപ്പിന് 6ാമതും 7ാമത് വരെ പറയുന്നത്. അപ്പോൾ ചാർലിയും ചാപ്പിനെ അവരുടെ അടുത്തൊന്ന് ചോദിച്ചു, ഞാൻ ഈ ഒരു ആദ്യം പറഞ്ഞ തമാശ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ചിരി വന്നില്ല, പിന്നെ എന്തിനാണ് നിങ്ങൾ വിഷമമുള്ള കാര്യങ്ങൾ പിന്നെയും ചിന്തിക്കുന്നത്? അതാണടാ എനിക്കിവിടെ പറയാനുള്ളത്. മനസ്സിലായില്ല? അതായത് നിങ്ങളിപ്പോൾ തളർച്ച വരുമ്പോൾ നിങ്ങൾക്ക് ഒരു സിറ്റുവേഷൻ വരുമല്ലോ, തളർച്ച വരാനൊരു സിറ്റുവേഷൻ കാണുമല്ലോ. ഞാൻ പറഞ്ഞപ്പോൾ ബ്രേക്കപ്പ് അല്ല, മാനസികമായിട്ട് തളരാൻ എന്തെല്ലാം കാരണങ്ങളുണ്ടല്ലേ. അപ്പോൾ ആ കാരണങ്ങൾ കൊണ്ട് നിങ്ങളിപ്പോൾ തളരൂലേ? അപ്പോൾ ആ തളർന്ന പിന്നെയും നിങ്ങൾ ആ തളർച്ച സംഭവിച്ച ആ ഒരു കാരണങ്ങൾ പിന്നെയും നിങ്ങൾ മൈൻഡിൽ ആലോചിക്കുന്നതിനാണ്. നിങ്ങൾ അപ്പം തന്നെ അത് വിടണം. നമ്മൾ എന്താണെന്ന് നമുക്ക് അറിയാമുള്ളതാണ്. നമുക്ക് തളർച്ച ബാധിച്ചാൽ നമ്മൾ തന്നെയാണ് മാറ്റുന്നത്. അല്ലാതെ അച്ഛനോ അമ്മയോ ആര് വന്നിട്ട് കാര്യമില്ല. മാനസികമായി നമ്മളിപ്പോൾ തളർന്നാൽ അത് നമ്മൾ തന്നെയാണ് മാറ്റേണ്ടത്. അല്ലാതെ അവിടെ നിന്ന് കേട്ടോ ഇവിടെ നിന്ന് കേട്ടോ ഒന്നുമല്ല. നമ്മൾ ഇരുന്ന് ചിന്തിക്കണം. മനസ്സിലായി? നമുക്ക് ആദ്യം വേണ്ടത് ഒരു ലക്ഷ്യബോധമാണ്. ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ നമുക്ക് തളരാതെ നമ്മൾ അവിടെ എത്തണം. മനസ്സിലായില്ലേ? അല്ലാതെ നാലുപേരെ പറയിപ്പിക്കാനോ അവൻ നല്ലവനാണ് അങ്ങനെ പറയിപ്പിച്ച കാര്യമില്ല. നമ്മളെന്താണോ അത് നമുക്കറിയാം. അല്ലേടാ? നമ്മളെന്താണോ നമുക്കറിയാം. ഞാനിപ്പം നിങ്ങളെടുത്തത് പറയുന്നു. ഞാനിത് എത്രയോ അറിവ് വെച്ചിട്ടൊന്നുമല്ല ഞാൻ ഈ ലൈവ് ഇടുന്നു, ഇങ്ങനെ പറയുന്നൊന്നുമല്ല. അത് എഴുതി വെച്ചിട്ടോ ഒന്നുമല്ല പറയുന്നത്. മനസ്സിലായോ? ഞാൻ ഇങ്ങനെ അങ്ങ് പറഞ്ഞു പോകണമെന്നേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അതാണ്. ഇനി നമുക്ക് ശാരീരികമായിട്ടുള്ള അവസ്ഥയിലോട്ട് വരാം. ശാരീരികമായ അവസ്ഥയിൽ വരുമ്പം ചിലർ, എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഒരു ചക്ക വീണൊരു അണ്ണൻ തളർന്നു പോകും. ഉദാഹരണം, ചക്ക വീണൊരെണ്ണ തളർന്നു പോകും. ഡോക്ടർ പറഞ്ഞത് 9 വർഷം തളർന്നിറക്കുമെന്നാണ്. അണ്ണൻ 9 വർഷം തളർന്നിറക്കുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. മനസ്സിലായോ? അപ്പം അണ്ണൻ തളർന്നു പോയി. അതായത് ഇവിടെ നിന്ന് പോയി ഇത്രയും സൈഡിൽ തളർന്നിറക്കിയത്. എന്താ? ചക്ക വരച്ചപ്പോൾ വീണതാണ്. ആംബുലൻസും കൊണ്ടുവന്ന് വലിയ ബഹളം. അങ്ങനെ ആ അണ്ണൻ ഇന്ന് എണീച്ച് 2 കാര്യങ്ങൾ നടക്കുകയും ചെയ്യുന്നുണ്ട്, ബൈക്കെടുത്ത് പോവുകയും ചെയ്യുന്നുണ്ട്. 9 വർഷമെന്ന് പറയുന്നത് അണ്ണൻ 4 വർഷം കൊണ്ട് എണീച്ചതാ. മനസ്സിലായ? അണ്ണൻ 4 വർഷം കൊണ്ട് എണീച്ചു. എങ്ങനെ എണീച്ചു? അതായത് അണ്ണൻ മാനസികമായി ഇരുന്ന് ചിന്തിച്ചു, ഞാൻ തളരത്തില്ല, എനിക്ക് തളർച്ചയില്ല എന്ന് അണ്ണൻ മാനസികമായി ചിന്തിച്ചതിൻ്റെ തെളിവാണെന്ന് 4 വർഷം കൊണ്ട് എണീച്ചത്. ഡോക്ടർ തന്നെ അതിശയം വിട്ടു. അതാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ശാരീരികമായി നമുക്ക് തളർച്ച വരുമ്പോൾ നമ്മൾ മാനസികമായി കരുത്താവണം. മനസ്സിലായോ? ആദ്യം അതാണ് നമ്മൾ വേണ്ടത്. അതായത് നമുക്കിപ്പോൾ ശാരീരികമായി തളർച്ച വന്നാൽ നമ്മൾ മാനസികമായി തളരാൻ പാടില്ല. നമ്മൾ മാനസികമായി നല്ല ബലമുള്ളവരായിരിക്കണം. എന്നാൽ നമുക്ക് ഏത് കാര്യങ്ങളും എല്ലാ പ്രതിസന്ധികളും നമുക്ക് മറികടക്കാൻ പറ്റും. ഇതാണ് തളർച്ചയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അതായത് നിങ്ങൾ പിന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. നിങ്ങൾക്ക് തളർച്ച വന്നിട്ടുള്ള സംഭവങ്ങൾ പറയണം. അതായത് നിങ്ങൾക്ക് വല്ലതും സംഭവങ്ങൾ കാണുമല്ലോ, അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. പിന്നെ ഇങ്ങനത്തെ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ അല്ലെങ്കിൽ ഇത് ബേസ് ചെയ്തിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അതും അറിയിക്കണം. അതായത് ഞാൻ ഇങ്ങനത്തെ വീഡിയോ എടുക്കണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. മനസ്സിലായോ? അപ്പം ശാരീരികമായിട്ടുള്ള തളർച്ച എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഞാൻ പറഞ്ഞില്ല ഉദാഹരണം അതാ, വേറെ ഒന്നുമല്ല. എനിക്ക് വേറെ ഒന്നും എടുക്കാനുമില്ല ഉദാഹരണം.
മനസ്സിലായോ? ആ അണ്ണ അവിടെ മാനസികമായി തളർച്ച, ആ അണ്ണൻ മാനസികമായി ചിന്തിച്ച് എനിക്ക് എണീക്കാൻ പറ്റും, ഞാൻ നടക്കും, ഞാൻ ബൈക്ക് ഓടിക്കും, ഞാൻ എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് കരുതി ആ അണ്ണൻ എണീച്ചു. 9 വർഷം ഡോക്ടർ സമയം പറഞ്ഞ് വെറും 4 വർഷം കൊണ്ട് അമ്മ എണീച്ചു. മനസ്സിലായോ? അതാണടാ നമ്മൾ മാനസികമായി കരുത്തെന്ന് പറയുന്നത്. ശാരീരികമായി നമ്മളിപ്പോൾ തളർന്നാൽ നമ്മൾ മാനസികമായി ഒരിക്കലും തളരരുത്. നമ്മൾ മാനസികമായി കരുത്തരായിരിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോയിൽ. അതാണ് ഞാൻ പറഞ്ഞില്ലേ ആദ്യം, തളർച്ച എന്ന് പറഞ്ഞാൽ എന്താ? മാനസികമായിട്ടുള്ള തളർച്ച, ശാരീരികമായിട്ടുള്ള തളർച്ച. ഈ മാനസികമായിട്ടുള്ളതും ശാരീരികമായിട്ടുള്ളതും ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 ടോപ്പിക്കുകളാണ്. കൂടുതൽ ആൾക്കാരും ശാരീരികമായി തളരുന്നത് കാരണം ശാരീരികമായി തളരുന്നവർ മാനസികമായി കരുത്തരായിരിക്കണം. ഞാനത് വീണ്ടും പറയുന്നു, മനസ്സിലായി? പിന്നെ നേരെ മറിച്ച് മാനസികമായി കരുത്തുള്ളവർ, അതായത് മാനസികമായി ഇപ്പോൾ നമുക്ക് വല്ല പറ്റിക്കിടന്നാലോ അല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും നമ്മൾ വഴക്ക് പറഞ്ഞാലോ, ചിലരുണ്ട് കുറേ ആരെങ്കിലും വഴക്ക് പറയാത്തവർ പെട്ടെന്ന് വഴക്ക് പറയുമ്പോൾ അവർ പപ്പ തളരും. അയ്യോ അവൻ വഴക്ക് പറഞ്ഞല്ലോ. പിന്നെ എത്ര സംരംഭങ്ങളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇത് 2 പെണ്ണും ആണും പ്രേമിച്ച് അവർ ബ്രേക്കപ്പ് ആകുമ്പോൾ അവിടെ ഒരു തളർച്ച വരും. പിന്നെ ചിലരുണ്ട് റിസൾട്ട്. ഇപ്പം നമുക്ക് ഉദാഹരണത്തിന് റിസൾട്ട് എടുക്കാം. നമുക്കിപ്പോൾ 10ാം ക്ലാസ്സിലോ +2 ജയിക്കണമെങ്കിൽ, ഞാൻ +2 വിദ്യാർത്ഥിയാണ്, അപ്പം ഈ +2 തോറ്റാൽ അവനപ്പോൾ അവിടെ തളരും. എനിക്ക് പഠിത്തേ വേണ്ട. ഉദാഹരണം നമ്മളിവിടെ ഉണ്ട്. ഉദാഹരണം അനൂപ് എന്നാണ് അവൻ്റെ പേര്. അപ്പോൾ അവൻ 10ാം ക്ലാസ് എഴുതി, അവൻ തോറ്റു. അവന് 2+ ഉണ്ടായിരുന്നുള്ളൂ, അവൻ തോറ്റു. അവൻ അവിടെ തളർന്നില്ല. അപ്പം ഞാൻ അവൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞത് തളരരുത്. അവൻ തളർന്നിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു തളരരുത്. അങ്ങനെ അവനെ ഞാൻ എൻ്റെ അമ്മയടുത്തും അച്ഛനടുത്തും പറഞ്ഞ് അവനെ ഹോസ്റ്റലിൽ കൊണ്ടാക്കി. അവിടെ നിന്ന് അവൻ ശരിയാവത്തില്ല. അവിടെ നിന്ന് അവരെല്ലാവരും കുത്തുവാക്കുകൾ പറഞ്ഞ് അവനെ ഒരു ഇതാക്കും. മനസ്സിലായ? ബന്ധുക്കളായാലും വീട്ടുകാരെ പറഞ്ഞില്ലെങ്കിലും ബന്ധുക്കൾ മതിയല്ലോ. ബന്ധുക്കളായാലും നാട്ടുകാരായാലും ഒരാൾ തോറ്റാന്ന് മനസ്സിലായ? കാരണം ഇവരൊന്നും പറഞ്ഞു വെക്കാനും പറ്റത്തില്ല. അവർ ചോദിക്കും, അത് നീ +1 കയറുന്നില്ലേ? അവനൊന്നും പറയാൻ പറ്റത്തില്ല. അവനെ ഹോസ്റ്റലിൽ നിർത്തി. ഞാൻ കൊണ്ട് ചേർത്തത്. അവൻ്റെ അച്ഛനും അമ്മയൊക്കെ വന്ന്. അപ്പം അവൻ ആ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചു. അവസാനം പരീക്ഷ എഴുതി 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് അവന് വന്നു. എടാ 8 A+, 2 A+ കിടന്നവൻ 8 A+. അന്ന് ആ സമയത്ത് അവൻ പഠിച്ചില്ല. പക്ഷെ അവൻ കുത്തിയിരുന്ന് ആ ഹോസ്റ്റലിൽ നിന്ന് അവൻ പഠിച്ചു. 8 A+, 2 B+. മനസ്സിലായോ? അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നമുക്ക് മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തളരുന്നതുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു. അപ്പോൾ 5 കാര്യങ്ങൾ ഞാൻ പറയാം. ഞാൻ 5 കാര്യങ്ങൾ പറയാം. അതായത് ഒന്ന്, നമ്മൾ തളരരുത്. ശാരീരികമായി തളർന്നാൽ മാനസികമായി നമ്മൾ തളരരുത്. മനസ്സിലായോ? രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഓരോ തളർച്ചയുള്ള കാര്യങ്ങളും നമ്മൾ മൈൻഡിൽ ഓർക്കാതിരിക്കുക. മൂന്നാമത് പറയുന്നത്, ഇപ്പം നമ്മൾ തളർന്നു പോയാൽ നമ്മളെ വീണ്ടെടുക്കാൻ ആരെങ്കിലും ഉണ്ടെന്ന് കരുതുക. നമ്മളിപ്പോൾ തളർന്നു പോയാലും നമ്മളെ വീണ്ടെടുക്കാൻ ആരെങ്കിലും ഉണ്ടെന്ന് കരുതുക. 4 പറയുന്നത്, ഇപ്പം നമ്മൾ തളർന്നു പോയാൽ നമ്മൾ ആ തളർച്ചയെ മറികടക്കേണ്ടത് നമ്മളെ ചുമതലയാണ്. അതിന് നമ്മൾ ബ്രില്യൻ്റ് ആയിരിക്കണം. നമ്മൾ അതിനായിട്ടുള്ള കരുത്തരായിരിക്കണം. എന്നാലേ നമുക്ക് ഈ ഒരു തളർച്ച മറികടക്കാൻ പറ്റത്തുള്ളൂ. 5 പറയുന്നത്, എല്ലാവരും എൻജോയ് ചെയ്യാൻ അവരുടെ ഒരു ലക്ഷ്യം കാണണം. അവരുടെ ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. ആ ഒരു ലക്ഷ്യത്തോടെ അവർ എത്തണം. മനസ്സിലായോ? അപ്പോൾ ആ ലക്ഷ്യം എത്താൻ നേരത്ത് കുറേ തളർച്ചകൾ കാണും. അതെല്ലാം മറികടക്കണം. അതാണ് പറയുന്നത്. ജീവിതം എന്ന് പറയുന്നത് ഒന്ന് മാത്രമല്ല. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നു, സന്തോഷവും ദുഃഖങ്ങളും എല്ലാം ലയിച്ചു തീരുന്നതാണ്. അതിനോടൊപ്പം ഒരു തുല്യതയുള്ളതാണ് തളർച്ച എന്ന് പറയുന്നത്. അപ്പോൾ ഈ തളർച്ച എന്ന് പറയുന്നത് നമ്മളെ ഒരു ജീവിതത്തിൽ ഉടനീളം കൊണ്ടുപോകേണ്ട ഒരു കാര്യം മാത്രമല്ല. മനസ്സിലായോ? തളർച്ച വരാനേ പാടില്ല. നമ്മൾ കരുത്തരായി മുന്നോട്ട് പോവുക. അതായത് മറ്റുള്ളവർക്ക് നമ്മൾ കാണിക്കുകയല്ല നമ്മൾ മുന്നോട്ട് പോകുന്നത്, നമ്മളെ തന്നെ കാണിക്കണം. അതായത് മറ്റുള്ളവരെ കാണിച്ച് യാതൊരു കാര്യമില്ല. നമ്മൾ സ്വന്തമായി വിചാരിച്ചാൽ നമ്മൾ ഏതൊരു കാര്യവും നമുക്ക് നേടിയെടുക്കാൻ കഴിയത്തുള്ളൂ. അതിന് പഠനമായാലും വേറെ എന്ത് ആക്ടിവിറ്റികളായാലും നമുക്ക് സ്വന്തമായി നമ്മൾ പ്രേമിച്ചാൽ മാത്രമേ നമുക്കത് നേടിയെടുക്കാൻ കഴിയത്തുള്ളൂ. അല്ലാതെ ഒരു മനുഷ്യരും ഈ വീഡിയോ കാണുന്ന ആരും ഇനി ജീവിതത്തിൽ തളരൂല എന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം. തളരാത്തവരാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഇങ്ങനത്തെ കിടക്കാച്ചി വീഡിയോകൾ ഇനി വേണമെങ്കിൽ നിങ്ങൾ അതും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ ഒന്നുകൂടെ പറയുന്നു, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്താണ് ലാസ്റ്റ് എനിക്കൊരു ടോപ്പിക്ക് ലാസ്റ്റായിട്ട് പറയാനുള്ളത്, ആരും ജീവിതത്തിൽ തളരരുത്. എല്ലാവരും സന്തോഷമായി സുഖമായി എല്ലാവർക്കും ഓരോ ലക്ഷ്യങ്ങളുണ്ടായിരിക്കണം. ആ ലക്ഷ്യങ്ങളിലേക്ക് എത്തണം. ആ ലക്ഷ്യങ്ങളിൽ എത്താൻ വേണ്ടി കുറേ തടസ്സങ്ങൾ കാണും, തളർച്ചകൾ കാണും.
ആ തളർച്ചയെല്ലാം നിങ്ങൾ മറികടക്കണം. അപ്പം ഞാൻ വീണ്ടും പറയുന്നു, 2 തരത്തിലുള്ള തളർച്ചകളാണ്, ശാരീരികമായിട്ടുള്ളതും മാനസികമായിട്ടുള്ളതും. ഇത് രണ്ടും ഒന്നും അല്ലടാ, നമ്മളിലെ കറിവേപ്പില നുള്ളി കളയുന്നതൊക്കെ നുള്ളി എന്ന് കളഞ്ഞാൽ മാത്രം മതി. തളർച്ച നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുപോയാൽ യാതൊരു പ്രയോജനവുമില്ല. എല്ലാവരും സുഖമായിട്ടിരിക്കുക. താങ്ക് യു. ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. താങ്ക് യു.